ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ ചായക്കടയിലൊക്കെ കാണാറുള്ള കുറച്ചധികം വടകളുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് നമ്മൾ ചായക്കടയിലൊക്കെ കാണാറുള്ള പക്കാവടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് മൈദ. അപ്പോൾ നമ്മൾ എടുക്കുന്ന കടലപ്പൊടിയുടെ നേരെ പകുതി മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് റൈസ് ഫ്ലോർ, പച്ചരിപ്പൊടി, ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാകും. പിന്നെ 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ കറിവേപ്പിലയും കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് പുളിച്ച മാവാണ്. അപ്പോൾ നമ്മൾ ഇഡലി അതുപോലെ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പുളിച്ച മാവ് കുറച്ചൊന്ന് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ 3 ടേബിൾ സ്പൂണോളം ഈ ഒരു പുളിച്ച മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിനുള്ള. അതുപോലെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. ഇനി ഇത് പാകത്തിന് വെള്ളം ചേർത്തിട്ടൊന്ന് നല്ല തിക്ക് ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ ആദ്യം 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ഓൾമോസ്റ്റ് 3/4 കപ്പ് വെള്ളം വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട. ആദ്യം 1/2 കപ്പ് ചേർത്തിട്ട് പിന്നീട് 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 3/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കോരിയെടുക്കാൻ പാകത്തിന് ബാറ്റർ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് 2 മണിക്കൂറോളം ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ 2 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവ് നല്ല ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പാകത്തിന്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാളൊക്കെ ഒരു പൊടിക്ക് ലൂസായിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാണ് കേട്ടോ വേണ്ടത്. പിന്നെ നിങ്ങൾക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക, വലിയ വലിയ ബോൾസാക്കി ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ഇതാണ് പക്കാവട എന്ന് പറയുന്നത്. അപ്പോൾ ഗോളി ബജി എന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതും ഡിഫറൻസ് ഉണ്ട്, ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് സാധാരണ ചെയ്യുന്ന പോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റാം. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല, ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ട് പാകത്തിന്, നല്ല ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് ഉഴുന്ന് വടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ മാവ് അരക്കുമ്പോൾ ലൂസായി പോയാലൊക്കെ ഉള്ള ടിപ്പൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഉഴുന്ന് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് 2-3 മണിക്കൂറോളം കുതിർത്ത് വെക്കാം കേട്ടോ. കുതിർത്ത് വെള്ളം നല്ലോണം വാർന്നെടുത്ത് വെക്കുക. അപ്പോൾ വെള്ളത്തോടെ ഒരിക്കലും അരച്ചെടുക്കരുത്, അപ്പോൾ ഒരുപാട് ലൂസായി പോകും. വെള്ളം ഒന്ന് വാർന്നെടുക്കുക. എന്നിട്ടിത് കുറേശ്ശെ ബ്ലെൻഡറിലിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ നല്ല മഷി പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്നിച്ചെന്തായാലും നമ്മൾ അരച്ചെടുക്കുമ്പോൾ നന്നായി അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേശ്ശെ ഇട്ടിട്ട് അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് അരച്ചെടുത്ത ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അരക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, ഒട്ടും തരിയില്ലാതെ തന്നെ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 3-4 മണിക്കൂർ നേരം മൂടി വെച്ചിട്ട് മാറ്റി വെക്കുക. എന്നിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളും കൂടി ചേർത്ത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഞാനിത് 4 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവ് കുറച്ച് ഫെർമെൻ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം സവാള അരിഞ്ഞത് ഒരു 2-3 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ മാവ് ഒരിച്ചിരി ലൂസായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മളിത് ഫെർമെൻ്റ് ആവാൻ വെക്കുമ്പോൾ എന്തായാലും ഒരു പൊടിക്ക് ലൂസാകും. അപ്പോൾ ഇങ്ങനെ ലൂസായിട്ടുണ്ടെങ്കിൽ മാത്രം ഇതിലോട്ട് സാധാരണ അരിപ്പൊടിയാണ്, റൈസ് ഫ്ലോറാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഒരിച്ചിരി ഹാർഡാവുന്നുണ്ട് അങ്ങനെ റൈസ് ഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പോൾ. ഞാൻ അവിൽ പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അവിൽ ബ്ലെൻഡറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ 3 ടേബിൾ സ്പൂണോളം അവിൽ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മാവൊക്കെ ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ വെക്കുമ്പോൾ ഒരു ഉഴുന്നുവടയും കൂടെ നല്ല പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ആ ഒരു ഉഴുന്നുവടയുടെ ഷേപ്പാക്കിയിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ കയ്യിലൊരിച്ചിരി വെള്ളം നനച്ചിട്ട് നമ്മൾ ഇതുപോലെ ഷേപ്പാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരിച്ചിരി വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കയ്യിൽ. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇട്ടപാടെ തന്നെ മൂവ് ചെയ്ത് കൊടുക്കണ്ട, കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റായി കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് പരിപ്പ് വടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, തുവർദാൾ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പീസ് ദാൾ ഉണ്ടെങ്കിൽ അതെടുക്കുക. പട്ടാണിയുടെ പരിപ്പ് വരുന്നുണ്ട്, പീസ് ദാൾ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ തുവരപ്പരിപ്പ് എടുത്താലും മതി. 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ 1/4 കപ്പ് കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെന്നാദാൾ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ക്ലീൻ ചെയ്തിട്ട് 2-3 മണിക്കൂർ നേരം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ നല്ലോണം കുതിർത്ത് ഇതുപോലുള്ള സ്ട്രെയിനറിലിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം വാലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു അരമണിക്കൂറൊക്കെ കുതിർത്ത ശേഷം ക്ലീൻ ചെയ്തിട്ട് അരമണിക്കൂറൊക്കെ ഇതുപോലെ സ്ട്രെയിനറിലിട്ടിട്ട് വെക്കുക. പൊട്ടും വെള്ളം ഉണ്ടാകരുത്. അപ്പോൾ വെള്ളം നല്ലോണം വാർന്നെടുത്തിട്ട് വേണം നമ്മളിത് തരുതരുപ്പോടെ പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ ബ്ലെൻഡറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഫുഡ് പ്രോസസ്സറിലായത് കൊണ്ടെല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മിക്സിയുടെ ജാറിലാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കുറേശ്ശെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഒരു തരുതരുപ്പോടെ പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കംപ്ലീറ്റ് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ടതല്ല. അപ്പോൾ ഇത് നമുക്കിനി പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ ഇതിൽ ചെറിയ ചെറിയ പീസസൊക്കെ ഇടക്കുണ്ടാവും. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ വറ്റൽമുളകൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ ഒരു ഫുഡ് പ്രോസസ്സറിലാണ് ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 15 അല്ലെങ്കിൽ ഒരു 20 എണ്ണം ചെറിയ ഉള്ളി എടുക്കുക. അതുപോലെ ഒരു 4-5 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ 20 എണ്ണം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 15 എണ്ണം മതിയാകും. ഇനി ഇതൊന്ന് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലോണം ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഫുഡ് പ്രോസസ്സറിനെ പറ്റി കുറേ പേര് ബിരിയാണിയുടെ ആ ഒരു ഇതിൽ ചോദിച്ചിട്ട് കമൻറ്റ് ഇട്ടിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിന് എവിടെ നിന്നാണ് വാങ്ങിയതെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു മിക്സിയുടെ കൂടെ വരുന്നതാണ് ഈ ഒരു ഫുഡ് പ്രോസസ്സർ. ഇനി ഇത് നമുക്ക് നമ്മൾ ഈ അരച്ച് വെച്ച പൊടിച്ച് വെച്ച ഈ ഒരു തുവർദാളിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടിത് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമ്മൾ ആ ഒരു പരിപ്പ് വടയുടെ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കുക. കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തിട്ട് നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഫ്രൈ ആയി കിട്ടാനായിട്ട് ഒരു ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്, മുരിഞ്ഞ് വരാനായിട്ട്. എന്നിട്ട് 2 സൈഡും ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റാം. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് പുറത്തുനിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന ഒരു സെയിം പരിപ്പ് വടയുടെ അതേ ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് ചട്ടമ്പടയാണ്. അപ്പോൾ പരിപ്പ് വടയേക്കാളൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ ഇത് ചെയ്യുന്നതിലും അതുപോലെ ടേസ്റ്റിലൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെന്നദാളാണ് വേണ്ടത്, കടലപ്പരിപ്പ്. അല്ലെങ്കിൽ നമുക്ക് റേഷൻ കടല വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ സെയിമാണ് രണ്ടിലും. അപ്പോൾ ഞാനിപ്പോൾ റേഷൻ കടല വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് കടല എടുത്തിട്ട് നല്ലോണം ഒന്ന് കുതിർത്ത് വെക്കുക. ഇപ്പോൾ ഇങ്ങനെയുള്ള കടലയാണെങ്കിൽ രാത്രി തന്നെ, നമ്മൾ വൈകിട്ടൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ തലേന്ന് രാത്രി തന്നെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ കുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തൊലി ഒന്ന് മാറി കിട്ടുന്നുണ്ട്, മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തൊലിയോടെ കൂടെയും ചെയ്യുന്നുണ്ട്, തൊലി മാറ്റാതെയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതുപോലെ തൊലി ഒന്ന് മാറ്റിയെടുക്കുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കടലപ്പരിപ്പ് വെച്ചിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഇതുപോലുള്ള പരിപ്പ്, അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ റേഷൻ കടലയൊക്കെ എല്ലാവരുടെ വീട്ടിലും സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് റേഷൻ കടല വെച്ചിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ മൊത്തം തൊലി മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പരിപ്പാണെങ്കിലും 2 കപ്പ് എടുക്കാം കേട്ടോ. അതുപോലെ 1/4 കപ്പ് ഉഴുന്ന് പരിപ്പും കൂടെ വേണം. അപ്പോൾ ഇത് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഉഴുന്ന് പരിപ്പാണ്. അപ്പോൾ നിങ്ങൾ കടലപ്പരിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഉഴുന്ന് പരിപ്പും കൂടെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. ഇനി നമ്മൾ നേരത്തെ പരിപ്പ് വടക്ക് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെയും വെള്ളം വാലാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ വെള്ളം ഒന്ന് വാർന്നെടുക്കണം. നമ്മളിത് തരുതരുപ്പായിട്ട് പൊടിച്ചെടുക്കുകയാണ് ഇതും കൂടി ചെയ്യുന്നത്. അപ്പോൾ വെള്ളം വാലാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറോളം ഇതുപോലെ ഒരു സ്ട്രെയിനറിലിട്ടിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബ്ലെൻഡറിലിട്ടിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒരു തരുതരുപ്പോടെ പൊടിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, ജസ്റ്റ് ഒരു തരുതരുപ്പോടെ പൊടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ മൊത്തം ഒരു തരുതരുപ്പോടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ക്രഷ് ചെയ്തതാണ്, 3ഉം കൂടെ ഒരുമിച്ച്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ചട്ടമ്പട എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൽ നിന്നും ഒരു ചെറിയൊരു ബോൾസ് പരുവത്തിലൊരു നുള്ളി എടുത്തിട്ട് അങ്ങനെ ഷേപ്പാക്കി എടുക്കാതെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഷേപ്പാക്കി എടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ്
നമ്മൾ ഇതിൽ നിന്നും ബോൾസാക്കി എടുക്കാൻ പാകത്തിന് ഇങ്ങനെ കൈകൊണ്ട് എടുക്കുന്നില്ല, അതേപോലെ എടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും കൂടെ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് ചട്ടംവട. അപ്പോൾ ചട്ടംവട, അമ്പട എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ചിക്കൻ പക്കാവടയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇത് ഓൾറെഡി കുറച്ച് മുമ്പ് മോള് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 300 ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കന് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒന്ന് വാർന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ, വെള്ളത്തോട് ഇട്ട് കൊടുക്കരുത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പൊടിയല്ല, ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ചൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കുക. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിലോട്ട് 1-2 കാര്യങ്ങൾ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് 15 മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് 1/4 കപ്പ് റൈസ് ഫ്ലോറും അതുപോലെ 1/4 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറേശ്ശേ എടുത്ത് ചൂടായ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 സൈഡും ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ചിക്കൻ പക്കാവടയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്